എന്നോടൊപ്പം കോഴിക്കോട് MP MK രാഘവൻ ഉണ്ട്. രാഘവട്ട, ഈ പ്രദേശത്ത് ഇപ്പോൾ വലിയൊരു ഒരു പ്രശ്നം, ഇപ്പോൾ ഉള്ള നിലവിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലം നിർമ്മിച്ച ശേഷം മുണ്ടക്കൈയിലേക്ക് പോകാമെന്നുള്ളതാണ്. ഇപ്പോൾ കിട്ടുന്ന വിവരം എന്ന് വെച്ചാൽ മുണ്ടക്കൈയിൽ ഇനി തിരച്ചിൽ നടത്തിക്കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അവിടെ മാത്രമല്ല, അതിന് പറ്റിയ മണ്ണ് വളരെ ദുർബലമാണ്, പ്രതലം ദുർബലമാണ്. ആ മേഖലയിൽ ഇപ്പോൾ ഇവിടെ ഈ ചൂരൽമലയിൽ നടത്തിയ പോലുള്ള ഒരു രക്ഷാ ദൗത്യം അവിടെ സാധ്യമല്ല എന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ലഭിക്കുന്നുണ്ട്. ശരിയാണോ അത്? അല്ല, അവിടെ ശരിക്കുള്ള രക്ഷാദൗത്യം ഇന്നാണ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഇന്നലൊന്നും ആർക്കും കടന്നു പോകാൻ സാധ്യമല്ല, ഹിറ്റാച്ചിക്ക് വരുമ്പോൾ സാധ്യമല്ല. എന്നാലും എനിക്കൊന്ന് ഇന്ന് രാവിലെ 6-7ഓളം ഹിറ്റാച്ചികൾ അവിടെ എത്തി. ഈ ചില വീടുകളുണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ബോഡികളുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ പ്രശ്നം. കാരണം ഇവിടെ തന്നെ 120 വീടുകളുണ്ടായിരുന്നു. ഇവിടെ മാത്രം 5 സെൻറ്റ് 10 സെൻറ്റായിട്ട് ക്ഷേത്രം ഉൾപ്പെടെ അതെല്ലാം പോയിരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ താഴെ ഒന്നിടന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ആ പ്രദേശത്തുള്ള പലരും ഇല്ല. ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞത് 300ഓളം ആളെ കാണുന്നില്ല എന്നാണ്. ഇന്നിപ്പോൾ 254 പേരുടെ ഇതാണ് മരിച്ചവരുടെ ലിസ്റ്റ് വന്നിട്ടുള്ളത്. ഇനിയും കൂടുമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കണക്ക് ഇപ്പോഴും ഏത് പറഞ്ഞാലും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഇന്നിപ്പോൾ എന്നോട് ഇന്നലെ ഇന്നുമായി പറഞ്ഞത് 400ഓളം ബംഗാളികളുണ്ടായിരുന്നു ഇവിടെ. അവരാരും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഈ ലായങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്, ആരും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൃത്യമായിട്ടുള്ള കണക്ക് ആർക്കും പറയാൻ കഴിയില്ല. എന്താണ് ഇതൊക്കെ പറയണമെങ്കിൽ കുറച്ച് 1-2 ആഴ്ച കഴിയാതെ ഇത് കൃത്യമായിട്ടുള്ള കണക്ക് അന്നേരം പറയാൻ പറ്റുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇത് മേലെ ഏതായാലും മുണ്ടക്കൈയിൽ നിർബന്ധമായും റെസ്ക്യൂ ഓപ്പറേഷൻ നടന്നേ പറ്റൂ. കാരണം ഇപ്പം തന്നെ ഇപ്പോൾ ഒരു ബോഡി കൊണ്ട് വന്നു വിവരം കിട്ടി. അപ്പോൾ അവർ പോയി ഓരോ സ്ഥലത്തും ഇങ്ങനെ ഈ പറയുന്ന വീടിൻ്റെ അടിക്കും സൈഡും ഒക്കെ ഇത് നോക്കിക്കൊണ്ട് കാണാം. അപ്പോഴാണ് ഓരോന്നും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്നലെ ഒരു 4-5 പേരുടെ ബോഡി ഇവിടെ കിട്ടി. അപ്പോൾ ഇവിടെ എല്ലാം വീടുണ്ടായിരുന്നു. അപ്പോൾ എവിടെ പോയി ഡിസപ്പിയർഡ് എല്ലാവരും ഇതെവിടെയൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള കണക്ക് ആർക്കും പറയാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു അത് മാത്രമല്ല, റിസോർട്ടുകളിൽ ഹോം സ്റ്റേകളിലൊക്കെ പുറത്തു നിന്നവരുണ്ട്, വിദേശികൾ പോലും ഉണ്ടെന്നല്ലേ പറയുന്നത്. റിസോർട്ട് ഇപ്പം എന്നോട് മിനിസ്റ്റർ കഥ പറഞ്ഞു. റിസോർട്ടിലെ എല്ലാവരും പോയിരിക്കുന്നതാണ് പറഞ്ഞത്. അതിൽ ഒരു ഫാമിലി, ഒറീസയിലെ ഫാമിലി അവരോട് മാറിയിരുന്നില്ല. ഹസ്ബൻഡും കുട്ടികളെല്ലാം ഒളിച്ചു പോയി. അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. ആ ലേഡി ഇപ്പം ഹോസ്പിറ്റലാണ് ഉള്ളത്. ഇപ്പം ഇങ്ങനെ ഒരാൾക്കും കൃത്യമായി എന്ത് നടന്നു, ഇനി എത്ര പേരുണ്ട്, എത്ര പേരെ കിട്ടും, ആർക്കും പറയാൻ കഴിയില്ല. ഒരു ഇത് എനിക്ക് തോന്നുന്നത് കുറേ കൂടി 1-2 ആഴ്ച കഴിഞ്ഞാൽ മാത്രമേ കുറേ ഈ ആളുകൾ തേടി വരുമല്ലോ, ബന്ധുക്കൾ. അപ്പോഴും മാത്രമേ പറയാൻ പറ്റൂ ആരുണ്ട് ആരില്ല. അല്ല, ഇപ്പോഴും ഒരു കണക്ക് പറയുന്നത് ഒരു ശരിയല്ല പ്രകാരം. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി പറഞ്ഞത് മുന്നറിയിപ്പ് ഒരാഴ്ച മുമ്പ് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. കണക്കുകൾ വെച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് NDRFന് ഇങ്ങോട്ട് അയച്ചതെന്നൊക്കെ. അപ്പം മുന്നറിയിപ്പ് ഒരാഴ്ച മുമ്പ് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ പ്രദേശവാസികൾ, ഞാനിപ്പോൾ ഒരു പ്രദേശവാസിയോട് സംസാരിക്കുകയും ചെയ്തു. അവർക്ക് ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ പ്രാദേശിക ഭരണകൂടമോ അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതൊരു ഗുരുതരമായ വീഴ്ച. അതിപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട ആഭ്യന്തരകാര്യമന്ത്രി ഇന്നലെ ഹൗസിൽ പറഞ്ഞു. ഹൗസിലുണ്ടായില്ല. ഞാൻ ഇന്നലെ രാവിലെ ഡൽഹിയിൽ നിന്ന് പോകുന്നതാണ്. ഇപ്പം മിനിസ്റ്റർ ഇപ്പം പറഞ്ഞു, ഇന്നലെ ഹൗസിൽ നിന്ന് പറഞ്ഞു നേരത്തെ ഇങ്ങനെ ഇതിൻ്റെ ഇത് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. മിനിസ്റ്റർ പറഞ്ഞു. അപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ ഗവൺമെൻറ് ഓഫ് കേരളക്ക് ഒരു ഇൻറ്റിമേഷൻ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച ചില കാര്യങ്ങൾ വാർണിംഗ് ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ വാർണിംഗ് ജില്ലാ ഭരണകൂടം കൊടുത്തു കാണുമായിരിക്കും. പക്ഷെ ഇതാരും ഗൗരവത്തിലെടുത്തു എനിക്ക് തോന്നുന്നില്ല. അവിടെയാണ് ഒരു ശ്രദ്ധിക്കേണ്ട വിഷയം. ഈ പലപ്പോഴും ആളുകൾ കേൾക്കില്ല. ഇപ്പോൾ ഞാൻ ഒറീസ ലേഡിയുടെ കാര്യം പറഞ്ഞില്ലേ, അവിടുന്ന് മാറണം എന്നിട്ട് മാറുന്നില്ല, എനിക്കിത് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡും കുട്ടികളും ഒലിച്ചു പോയി എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ ലേഡി മാത്രം ബാക്കിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, വാർണിംഗ് വന്ന് കൊടുത്തു കാണും ചിലപ്പോൾ, പക്ഷേ അവിടെ താമസക്കാർ പലരും ഇത് ഗൗരവമായി കണ്ടു കാണില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായിരിക്കും ഇതിൻ്റെ ഒരു കാരണം. ഇനിയിപ്പോൾ പുനരധിവാസം, അതുപോലെ പുനർനിർമ്മാണം, ഇപ്പം എന്തായാലും ഈ നാട് ഇതുപോലെ ഇവിടെ പുനർനിർമ്മിക്കാൻ സാധ്യമല്ല അല്ലേ? മാത്രമല്ല, ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ ഇവരെ പുനരധിവസിപ്പിക്കേണ്ടിയിരിക്കുന്നു, ഈ നാട് പുനർനിർമ്മിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഇതുപോലെ തന്നെ അത് സ്ഥാപിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം സർക്കാർ ചെയ്യേണ്ടതാണ്. നമുക്കറിയാം, പുത്തുമല ദുരന്തം നടന്നിട്ട് അത്രയേ ആയുള്ളൂ, 2-3 വർഷങ്ങളെ ആയുള്ളൂ. പക്ഷേ
അവിടെ പോലും കൃത്യമായിട്ട് ഇപ്പോൾ ഒരാൾ പറയുകയുണ്ടായി, അവിടെ പോലും കൃത്യമായിട്ട് സർക്കാർ വാഗ്ദാനം ചെയ്ത ആ ധനസഹായം ലഭിച്ചില്ല. ചിലരെയൊക്കെ വേറെ എവിടെയോ കൊണ്ടുപോയി പാർപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയുമില്ല. ഇത് ഒരു പക്ഷേ നമ്മളിത് വിസ്മരിക്കില്ല, ഒരു 1-2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് ഇത് വിസ്മരിക്കില്ല. അതല്ലേ സാധാരണ കണ്ടുവരുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത് ഈ ഇംപ്ലിമെൻറ്റേഷൻ്റെ പാർട്ട് ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ്. ഇപ്പോൾ ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം അവർക്ക് ഭൂമിയില്ല, വീടില്ല, ഒന്നുമില്ല. അപ്പം അത്തരം ആളുകൾക്ക് സമയബന്ധിതമായി സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് അത് ഈ പ്രാഥമികമായിട്ടുള്ള ചുമതലയായ റെസ്പോൺസിബിലിറ്റിയായി ഗവൺമെൻറ് കാണണം. അതിന് പറ്റാവുന്ന ഏജൻസിയെ ഏൽപ്പിക്കണം, മോണിറ്ററിങ്ങിന് ആളെ ഏൽപ്പിക്കണം, കൃത്യമായി ചെയ്യാൻ പറ്റാവുന്ന കമ്മിറ്റ്മെൻറ്റുള്ള ആളെ ഏൽപ്പിക്കണം. ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. അത് ഇവിടെ ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ ഇപ്പം എത്ര കുടുംബം എന്നുള്ള ആർക്കും പറയാൻ കഴിയുന്നില്ല. അപ്പോൾ അവശേഷിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി എവിടെയാണ് സ്ഥലം കിട്ടുക, എവിടെയാണ് വീട് വേണ്ടത്, അത് കൃത്യമായി ഗവൺമെൻറ് ഇതെല്ലാം റെസ്ക്യൂ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഗവൺമെൻറ് വലിയ ചുമതല അതാണ്. സത്യം പറഞ്ഞാൽ അത് കൃത്യമായി നിർവഹിക്കാൻ ഗവൺമെൻറ് അതിൻ്റെ എല്ലാ മിഷനറി ഉപയോഗിച്ചില്ലെങ്കിൽ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ പരാതി ബാക്കി കിടക്കുന്ന അവസ്ഥയുണ്ടാകും. ഒറ്റ കാര്യം കൂടി, വയനാടിന് എം പി ഇല്ലാത്തൊരവസ്ഥയാണ്, അതില്ലാത്ത കളരി പോലെയാണ്. അപ്പോൾ മുൻ എം പി ഇപ്പോൾ സ്ഥലത്തെത്തുന്നു എന്ന് പറയുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശം? അല്ല, അദ്ദേഹം ഇത് അറിഞ്ഞത് ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് ഹൗസിൽ ഞാൻ ഉണ്ടായിരുന്നു. ഹൗസിൽ അദ്ദേഹം റൈസ് ചെയ്തു. അദ്ദേഹം കൃത്യമായി പറഞ്ഞു. പിന്നെ പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്റ്റർ അതിന് മറുപടിയും പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ഇന്ന് വരുന്നു. അദ്ദേഹം മുൻ എം പി ആണെങ്കിലും ഈ പ്രദേശത്ത് നടന്ന ഏറ്റവും വലിയ സംഭവമായതുകൊണ്ട് അദ്ദേഹം ഇന്ന് രാവിലെ എത്തുകയാണ്. തുടർന്ന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം പരിശോധിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെയധികം നന്ദി രാഘവേട്ട. ഓക്കെ, ഇന്ന് രാവിലെ ഞാൻ വരാം. ദേവിക, ഇതാണ് കോൺഗ്രസിൻ്റെ എം പി, കോഴിക്കോട് എം പി എം കെ രാഘവന് പറയാനുള്ളത്. എന്തായാലും വയനാടിന് നിലവിൽ എം പി ഇല്ല. മുൻ എം പി ആയിട്ടുള്ള രാഹുൽ അല്പസമയത്തിനകം ഇവിടെ എത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തും. അപ്പോഴും എനിക്ക് പറയാനൊന്നേ ഉള്ളൂ, ഇവരെല്ലാം സ്ഥലം സന്ദർശിച്ച് പോകും. പക്ഷേ ഒരാഴ്ച, 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടവർ ഇവിടെ ഉള്ളവരാണ്. അവരെങ്ങോട്ട് പോകും എന്ന കാര്യത്തിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് ഈ വരുന്നവർ നൽകേണ്ടിയിരിക്കുന്നു. അതിനാവണം ഈ മത മേലധ്യക്ഷന്മാരും മറ്റുള്ളവരും ഒക്കെ ഇടപെടേണ്ടത്. അതിനായിരിക്കണം മുൻകൈ എടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പം നേതാക്കന്മാർ, രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നേതാക്കന്മാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പക്ഷേ കൃത്യമായിട്ട് ഒരു ഈ വിഷയങ്ങളൊക്കെ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ ഇപ്പം നിലവിലൊരു എം പി ഇല്ല. ഇതൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്നവർ അത് ധരിപ്പിക്കേണ്ടിയിരിക്കുന്നു. അടിയന്തരമായിട്ടുള്ള ഇടപെടൽ. ഇതൊരിക്കലും വിസ്മൃതിയിലേക്ക് പോകരുത്. ഇതൊരു ദുരന്തം, പല ദുരന്തങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. കവളപ്പാറ, അതുപോലെ പെട്ടിമല, അങ്ങനെ കോട്ടയത്ത് ഒരുപാട് ഇതുപോലുള്ള ഉരുൾപൊട്ടലുകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു. അതിന് ശേഷം ഇതുപോലെ നേതാക്കന്മാർ അവിടെ ഓടിയെത്തും, അതുപോലെ മതമേലധ്യക്ഷന്മാർ ഓടിയെത്തും, രാഷ്ട്രീയ നേതാക്കന്മാർ ഓടിയെത്തും. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ, ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അവിടെ നിന്ന് അവിടെ ഇങ്ങനെ ദുരന്തം അനുഭവിച്ചവരെ കുറിച്ച് യാതൊരു തരത്തിലുള്ള പരിഗണനയും കൊടുക്കാതെ അവർ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അത് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. കാരണം കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഇത്. കേരളം കണ്ട ഏറ്റവും വലിയ ഡെത്ത് ടോളാണ്. അതായത് ഒരു പ്രകൃതി ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ അധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് ഒരു പക്ഷേ ഇവിടെ ആയിരിക്കും, ഈ മുണ്ടക്കൈയിൽ ആയിരിക്കും, ഈ ചൂരൽമലയിലായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും കൃത്യമായിട്ടുള്ള ഇടപെടൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അവരുടെ ഉറപ്പ് ഉണ്ടാവേണ്ടിയിരിക്കുന്നു.